നിങ്ങൾ നോക്ക്, സഹാബിമാരുടെ ബഹുമാനം എത്ര വലുതാണ്. ബഹുമാനപ്പെട്ട സയ്യിദത്തുനാ ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹാ, എത്ര വലിയ മഹദിയാണ് ആയിഷ റളിയല്ലാഹു അൻഹാ. ഒരു സാധാരണ പെണ്ണായി കണക്ക് കൂട്ടരുത്. ബീവി ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഒറ്റ വിഷയത്തിൽ അള്ളാഹുവിന്റെ ഖുർആനിൽ ആയത്തിറങ്ങിയത് 18 എണ്ണമാണ്. ഒരു ആയത്തും 2 ആയത്തുമല്ല, 18 ആയത്തുകളാണ് ബീവി ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിഷയത്തിൽ ഇറങ്ങിയത്. ആ ആയിഷ ബീവി റളിയല്ലാഹു അൻഹക്ക് ഒരു ചെറിയ വിഷയം, മുനാഫിഖുകളുടെ ഭാഗത്തു നിന്നൊരു ആരോപണം ഉണ്ടായപ്പോ അതിന്റെ നിരപരാധിത്വം പ്രഖ്യാപിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ജനങ്ങൾ ഐക്യകണ്ഠേന പ്രഖ്യാപിച്ചതല്ല, റബ്ബ് തആലയാണ് ആയത്തിറക്കിയിട്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ പിൽക്കാലത്ത് മഹാന്മാരായ പണ്ഡിതന്മാര് വിധി എഴുതി, ഏതെങ്കിലും ഒരാള് ആയിഷ ബീവിക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടല്ലോ എന്നൊരു ഉദാഹരണം പറഞ്ഞാൽ അവൻ ഇസ്ലാമിന്റെ പടിക്ക് പുറത്താണ്. കാരണം ബീവി ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിഷയം അല്ലാഹു ഖുർആനിലൂടെ വ്യക്തമാക്കിയതാണ്. ഇനി അതിൽ സംശയിക്കാനോ, അതിൽ സംശയത്തിന്റെ വാക്കുകൾ പറയാനോ, അത് ഏറ്റുകൊണ്ട് അങ്ങനെ ഒരു കാര്യം ഉണ്ടായില്ലേ എന്ന് പറയാനോ ലോകത്ത് ഒരാൾക്കും അനുവാദമില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും ആയിഷ ബീവിയിലേക്ക് ചേർത്തി പറഞ്ഞ സ്വഫ്വാൻ ഇബ്നുൽ മുഅത്തിൽ സുലമി റളിയല്ലാഹു അൻഹുവും അവരെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞു, ഉലൈക മുബറഊന മിമ്മാ യഖൂലൂൻ, അവര് നിരപരാധികളാണ്. അവരെ പറ്റി ജനങ്ങൾ പറയുന്ന വിഷയങ്ങളിൽ നിന്ന് അവര് മുക്തരാണ്. അവര് കുറ്റം ചെയ്തവരല്ല, അവരത്തരത്തിലൊരു വിഷയത്തിലും ഉൾപ്പെട്ടവരല്ല. അവര് ക്ഷമിച്ചതുകൊണ്ട് ലഹും മഗ്ഫിറത്തുൻ വരിസ്ഖുൻ കരീം, അവർക്ക് അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് എന്ന പദവിയുണ്ട്. വരിസ്ഖുൻ കരീം, ഏറ്റവും മഹത്തായ ഭക്ഷണം സ്വർഗ്ഗത്തിൽ അല്ലാഹു അവർക്ക് ഒരുക്കിയിട്ടുണ്ട്. എത്രമാത്രം വലിയ ക്ഷമയാണ് അവർ ക്ഷമിച്ചത്. ഒരാളെയും കുറ്റപ്പെടുത്താതെ ക്ഷമിച്ചില്ലേ. അല്ലാഹുവിന്റെ തീരുമാനം വരുന്നത് വരെ 40 ദിവസത്തിലധികം ബീവി ആയിഷ റളിയല്ലാഹു അൻഹ നല്ല ക്ഷമയോടെ സഹനത്തോടെ ജീവിച്ചില്ലേ. അതിന് അല്ലാഹു നൽകിയ മഹത്വം. ആ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശിക്ഷാവിധി നടപ്പിലാക്കിയ ഒരു മഹാനാണ് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ആ വിഷയത്തിൽ പെട്ടുപോയ ഒരു മഹാനാണ്. മഹാനവർകൾ സംസാരിച്ചതല്ല, പിന്നെയോ മറ്റുള്ളവർ സംസാരിക്കുന്നത് കേട്ടപ്പോ ഒന്ന് ചിരിച്ചുപോയി. ആ ചിരി സമ്മതത്തിന്റെ ചിരിയാണ്. ഒരാളെ പറ്റി പറയുമ്പോ, ഒരാളൊരു വിഷയം പറഞ്ഞ് കളിയാക്കുമ്പോ, ഒരു രസാവഹമായ വിഷയം പറയുമ്പോ ഇപ്പുറത്ത് നീ കൂടിക്കൊടുത്ത് ചിരിച്ചിട്ടുണ്ടോ? പറഞ്ഞവനും നീയും തുല്യമാണ്. എന്തിനാ നീ ചിരിച്ചത്? നിനക്ക് സപ്പോർട്ട് ഉണ്ടായിട്ടല്ലേ നീ ചിരിച്ചത്, അംഗീകാരം ഉണ്ടായിട്ടല്ലേ നീ ചിരിച്ചത്. വെറുതെ ചിരിക്കുമോ? ആ ചിരിയുടെ പേരിൽ ഹദ് കിട്ടിയ 2 ആളുകളിൽ ഒരാളാണ് ബഹുമാനപ്പെട്ട ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. പക്ഷേ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ബദരീങ്ങളിൽപ്പെട്ട മഹാനാണ്. മഹത്വത്തിന് കുറവൊന്നുമില്ല. ശിക്ഷാവിധി ഒരു ഭാഗത്ത് നടപ്പിലാക്കിയെങ്കിലും മഹാനവറുകളുടെ മഹത്വത്തിന് കുറവൊന്നുമില്ല. ആ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ബീവി ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് എപ്പോൾ വരികയാണെങ്കിലും ആയിഷ ബീവിക്ക് വലിയ ബഹുമാനാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ സ്വീകരിക്കും. അവിടെ ഇരിക്കാനുള്ള ഇരിപ്പിടത്തിൽ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവോട് ഇരിക്കാൻ പറയും. വീട്ടിന്റെ ഉള്ളിൽ ഇടപഴകുന്ന അടിമയോട് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു വെള്ളം കൊണ്ടുപോയി കൊടുക്കാൻ പറയും, കുടിക്കാനുള്ള. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ വല്ലാതെ ബഹുമാനിക്കുന്നത് പലരും പിൽക്കാലത്തും കണ്ടു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ പറ്റി ഈ പറഞ്ഞ വിഷയത്തിൽ കുടുങ്ങിയിട്ട് ഇസ്ലാമിന്റെ ശിക്ഷാവിധി കിട്ടിയിട്ടും ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനോട് വലിയ ബഹുമാനം. അപ്പൊരാൾ ചോദിച്ചു ആയിഷ ബീവിയോട്, അല്ല ബീവി,
നിങ്ങൾ വല്ലാത്ത ബഹുമാനിക്കുന്നത് കാണുന്നല്ലോ ഹസ്സാൻ റളിയല്ലാഹു അൻഹുവിനെ. ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ എന്താണെന്നറിയോ നിങ്ങൾ? ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ആരാന്നറിയോ നിങ്ങൾക്ക്? മഹാനവർകൾ അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് പറഞ്ഞ് ആ മദ്ഹ് കൊണ്ട് തന്നെ സ്വർഗം വാങ്ങുന്ന മഹാനാണ് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്. നാളെ സ്വർഗത്തിലേക്ക് പോകാൻ മഹാനവർകൾ പാടിയ ഒരൊറ്റ വരി മതി. വല്ലാത്ത അർത്ഥവത്തായ ഒരു വരിയാണ് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ വരി. നിങ്ങൾ നോക്കും, മദ്ഹ് പാടുന്ന ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കൊടുക്കുന്ന ബഹുമാനം തന്നെ പറഞ്ഞോ ഇല്ലേ എന്നുള്ള ഒന്നും ഇവിടെ വിഷയമല്ല. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി പാടിയ ഒരു വരി, ഒരൊറ്റ വരി സഹോദരങ്ങളെ, ആ ഒരൊറ്റ വരിയുടെ പേരിലാണ് ഹസ്സാൻ റളിയല്ലാഹു അൻഹുവിനെ ബീവി ബഹുമാനിക്കുന്നത്. നേരത്തെ ഇവിടെ ബുർദ പാടുന്ന മക്കളെ കണ്ടില്ലേ നിങ്ങൾ? ബുർദ പാടുന്ന, ബദ്ർ ബൈത്ത് പാടുന്ന, മൗലിദ് പാടുന്ന ആൾക്കാരെ കണ്ട എന്താ നിങ്ങൾക്ക് സാധാരണ നമുക്ക് തോന്നേണ്ടത്? അവര് വലിയ ബഹുമാനമുള്ളവരാണ്. പാടാൻ കഴിയാത്തവർ ഏറ്റവും കൂടുതൽ ചിന്തിക്കണം, പാടാൻ കഴിയുന്നവരും ചിന്തിക്കണം. ഇങ്ങനെ പാടാനും മറ്റുമൊക്കെ ഒരു തൗഫീഖ് അല്ലാഹു നൽകിയവരില്ലേ, വലിയ ബഹുമാനാണത്. മദ്ഹ് പാടുന്നവർക്ക് വലിയ ബഹുമാനുണ്ടോ? ഉണ്ട്. വ്യത്യസ്തമായ ബഹുമാനം ഉണ്ട്. അവർക്ക് എന്താ ബഹുമാനം ഉണ്ടാകാൻ കാരണം? അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പാടുന്നവർക്ക് ഒരുപാട് ബഹുമാനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ ബഹുമാനം കിട്ടാനേറെ ബാധ്യസ്ഥരാണ് മദ്ഹ് ചൊല്ലുന്നവർ. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ശത്രുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിഹസിച്ചുകൊണ്ട് പാട്ടുപാടിയപ്പോ അതിനെ എതിർത്തുകൊണ്ട് മഹാനവർകൾ മറുപടി പറഞ്ഞു അങ്ങോട്ട് അവരോട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിഹസിച്ചുകൊണ്ട് ശത്രുഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് പാട്ടുപാടിയപ്പോ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു മറുപടിയായി അങ്ങോട്ടും പറഞ്ഞു കൊടുത്തു. ആ പറഞ്ഞ കൂട്ടത്തിൽ മഹാനവർകൾ പറഞ്ഞു, ഹജൗത മുഹമ്മദൻ ഫഅജബ്തു അൻഹു വഇൻദല്ലാഹി ഫിദാകൽ ജസാഉ. ഹജൗത മുഹമ്മദൻ ബർറൻ തഖിയാ റസൂലുള്ളാഹി ശിമതുൽ വഫാഉ. فإن أبي ووالدتي وعرضي لعرض محمد منكم وقاء. മഹാനവറുകളുടെ മൂന്നാമത്, ഇപ്പോൾ ഞാൻ ചൊല്ലിയ മൂന്നാമത്തെ വരി ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മനസ്സിലെ ഏറ്റവും സന്തോഷം നൽകിയ വരിയാണത്. ഫഇന്ന അബീ വവാലിദതീ വഇർളീ. അല്ലാഹുവിന്റെ റസൂലേ, എന്റെ പിതാവും എന്റെ മാതാവും എന്റെ അഭിമാനവും ലിഇർളി മുഹമ്മദിൻ മിൻകും വിഖാഉ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഭിമാനം സംരക്ഷിക്കാനുള്ളതാണ്. എന്റെ ഉപ്പ അല്ലാഹുവിന്റെ റസൂലിനെ കാവലിനായിട്ടുള്ളതാണ്. എന്റെ ഉമ്മയും മുത്തുനബി തങ്ങളെ കാക്കാനുള്ളതാണ്. എന്റെ ശരീരവും എന്റെ അഭിമാനവും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാവലാണ്. ഈ ഒരു വരിയാണ് ബീവി ആയിഷ റളിയല്ലാഹു അൻഹയുടെ മനസ്സിൽ സന്തോഷം നൽകിയത്. സ്വന്തത്തെയും വാപ്പയെയും ഉമ്മയെയും നബി തങ്ങൾക്ക് സമർപ്പിച്ചുകൊണ്ട് അർത്ഥം വരുന്ന വരി, ആ ഒരു വരിയില്ലേ, അത് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന് അല്ലാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനവും മാനവും നൽകുന്ന ബഹുമാനമുള്ളൊരു വരിയാണ്. അത് മഹാനവറുകൾ പാടിയത് കൊണ്ട് ഞാൻ എപ്പോഴും അവിടുത്തെ ബഹുമാനിക്കുന്നു. എന്നെ പറ്റി പറഞ്ഞോ പറഞ്ഞില്ലേ അതൊന്നും എനിക്ക് നോക്കേണ്ടതില്ല. എന്നെ പറ്റി എന്തെങ്കിലും പറഞ്ഞതിന്റെ പേരിൽ ഒരു ശിക്ഷ കിട്ടിയോ അതും എനിക്ക് നോക്കേണ്ടതില്ല. അള്ളാഹുവിന്റെ റസൂലിനെ ബഹുമാനിക്കുന്ന തരത്തിൽ ഒരു മദ്ഹ് ചൊല്ലിയില്ലേ, അതുകൊണ്ട് വലിയ ബഹുമാനമുള്ള വ്യക്തിയാണ്.
എന്ന നിലയ്ക്ക് എപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് എന്ത് വിഷയം ചോദിച്ച് ഹസ്സാൻ റളിയല്ലാഹു അൻഹു വന്നാലും വിരിയുടെ അപ്പുറത്തിരിക്കുന്ന മഹദിക്ക് ഹസ്സാൻ ഇബ്നു സാബിത്ത് തങ്ങളോട് വലിയ ബഹുമാനമാണ്. അവിടെ ഇരിക്കാൻ പറയുന്നു, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി ആദരവ് നൽകുന്നു. ബഹുമാനിക്കേണ്ടവരെ എല്ലാ തലങ്ങളിലും ബഹുമാനിക്കണം.